എഹിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെമ്മീൻ വെച്ചിട്ടുള്ളൊരു സ്റ്റൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ നമ്മളുടെ ചെമ്മീൻ സ്റ്റൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1/2 കിലോ ചെമ്മീൻ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 2 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം. അരപ്പൊക്കെ ഒന്ന് പിടിച്ച് കിട്ടട്ടെ. അപ്പോൾ ഇവിടെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ഫ്രൈ ആയി പോകണ്ട, ജസ്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം 2 ഭാഗവും ജസ്റ്റ് ഒരു കളർ കിട്ടണം, അത്ര മാത്രം മതിയാകും. അപ്പോൾ മൊത്തം ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ചെമ്മീനിലെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ആ വെള്ളമൊക്കെ വറ്റി ആ എണ്ണയിൽ കിടന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനൊരു 3 മിനിറ്റ് ഇതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെമ്മീനിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെമ്മീനൊക്കെ ഒരു ചെറിയൊരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു സമയത്തേക്ക് നമുക്കിതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 2 സവാളയാണ്, ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നീളത്തിനരിഞ്ഞത്, ഒരു 2 പച്ചമുളക്. അപ്പോൾ അതിട്ട് ജസ്റ്റ് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മളെ സവാള നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സവാള ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഇട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ആ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ സവാള ഒരുപാട് അങ്ങ് ബ്രൗൺ നിറമൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടണം, അത് മാത്രം മതിയാകും. ആ ഒരു സമയത്തേക്ക് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചേർക്കുന്നത് തേങ്ങയുടെ 2ാം പാലാണ്. ഒരു 1.5 കപ്പ് അളവിന് അത് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് പൊട്ടറ്റോയാണ്. അപ്പോൾ ഒരു പൊട്ടറ്റോ നന്നായിട്ട് പുഴുങ്ങി കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഒരുപാട് പഴുത്തതെടുക്കരുത്, പച്ചയാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു സമയത്ത് ഉപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറി കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീനും പൊട്ടറ്റോയൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പിരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ചെമ്മീൻ സ്റ്റൂ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട. അപ്പോൾ പിന്നെ വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബൈ.